ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു USB പെൻഡ്രൈവ് എങ്ങനെ ബൂട്ടബിൾ ആക്കാൻ നോക്കാം. അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. USB ബൂട്ടബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ iOS ഇമേജ് വേണം. അത് വിൻഡോസ് 10 ആണെങ്കിൽ വിൻഡോസ് 10ൻ്റെ iOS ഇമേജ് വേണം, അല്ലെങ്കിൽ വിൻഡോസ് 7 ആണെങ്കിൽ വിൻഡോസ് 7, അല്ലെങ്കിൽ വിൻഡോസ് 8 ആണെങ്കിൽ വിൻഡോസ് 8 അതിൻ്റെ iOS ഇമേജ് വേണം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് വിൻഡോസ് 10ൻ്റെ ബൂട്ടബിളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വിൻഡോസ് 10ൻ്റെ ബൂട്ടബിൾ ഇമേജ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അടുത്തുള്ള ഇമേജ് എന്ന് പറയുന്നത് വിൻഡോസ് 10 ഉണ്ട്. ആക്ടിവേറ്റഡ് വേർഷനാണ് എൻ്റെ അടുത്തുള്ളത്. ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഡൗൺലോഡ് നമുക്ക് ചില സൈറ്റുകളിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിൻ്റെ ബൂട്ടബിൾ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റത്തിൽ ഒരു റിമൂവബിൾ പെൻഡ്രൈവ് ഉണ്ട്. 32 GB ആണ്. നമുക്ക് ബൂട്ടബിൾ ആക്കി മാറ്റണമെങ്കിൽ ഒരു 8 GB ഒക്കെ മതിയാവും. അപ്പോൾ അത് സൈസ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ വിൻഡോസ് 10 ഒക്കെ ആകുമ്പോൾ എന്തായാലും 8 GB വേണം. ഒരു 4 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത് റഫസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ റഫസ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഇതിൽ പെൻഡ്രൈവ് കാണിച്ചു കൊടുക്കുക, ഡിവൈസ്. പിന്നെ ഇതിൽ iOS ഇമേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ സെലക്ട് കാണിച്ചു കൊടുക്കുക എവിടെയാണ് നമ്മുടെ iOS ഇമേജ് ഉള്ളത്. അപ്പം ഞാനിപ്പം ഒരു ഡ്രൈവിൽ ഇത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൻഡോസ് 10 ആക്ടിവേറ്റഡ്, ഇത് iOS ഇമേജ് ആണ്. അത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് FAT32 അല്ലെങ്കിൽ NTFS കൊടുക്കാം. NTFSലാണ് ഇത് കൊടുക്കേണ്ടത്. GPT മാറ്റിയിട്ട് MBR ആക്കി മാറ്റുക. പിന്നെ ഏകദേശം സൈസാണ് ഇത് ഫോം ചെയ്യുക. അപ്പം ഇത് ഏകദേശം റെഡിയാണ്. ഇനി ഇതിൽ സ്റ്റാർട്ട് മാത്രമേ ചെയ്യാനുള്ളൂ. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബൂട്ടബിൾ ആക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാ ഡാറ്റാസ്, ആ ഒരു പെൻഡ്രൈവിലുള്ള ഡാറ്റാസൊക്കെ എറേസ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ കൊടുക്കുക. ഇത് കുറച്ച് സമയം പിടിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ഒന്ന് ചുരുക്കാൻ വേണ്ടി ഇതൊന്ന് കട്ട് ചെയ്യാം. ഹലോ, നമ്മുടെ പ്രോസസ്സ് ഏകദേശം കഴിയാനായി. ഇനിയിപ്പം നമുക്ക് ഈ ഒരു സെയിം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ബൂട്ടബിളായിട്ട് ഉബുണ്ടു, അതേപോലെ തന്നെ വിൻഡോസിലെ എല്ലാ വേർഷൻസും നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെഡി എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പെൻഡ്രൈവ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ OS ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കാണാം. വിൻഡോസ് 10 ഇൻസ്റ്റാൾഡ് ആണ്. ബൂട്ടബിളായിട്ട് മാറിക്കഴിഞ്ഞു. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.